ഹലോ എവരി വൺ. സോ യൂസ് ചെയ്ത് ഒരു സ്റ്റോറി ജനറേറ്റ് ചെയ്യുന്നത്, ആ സ്റ്റോറി ഒരു വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ആദ്യം പറയാൻ പോകുന്ന ടൂളാണ് ചാറ്റ് ജി പി ടി. സോ ചാറ്റ് ജി പി ടിയിലൊരു ഒരു സ്റ്റോറി നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള കമാൻഡ്, നമുക്ക് റാൻഡമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ജനറേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ജനറേറ്റ് ചെയ്യുക ഫണ്ണി സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ണി സ്റ്റോറി ആയിരിക്കും ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇനി ലെങ്തി ആയിട്ടുള്ള സ്റ്റോറി വേണ്ട, ഷോർട്ട് സ്റ്റോറി മതിയെങ്കിൽ അതിനുള്ള കമാൻഡ് കൊടുക്കുക. അതല്ല കിഡ്സിന് വേണ്ടിയിട്ടുള്ള മോറൽ സ്റ്റോറീസൊക്കെയാണ് വേണ്ടതെങ്കിൽ ജനറേറ്റ് ചെയ്യുക മോറൽ സ്റ്റോറി. ഷോർട്ട് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇപ്പോൾ 6 ലൈൻ സ്റ്റോറീസൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമാൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറി നമുക്ക് ജനറേറ്റ് ചെയ്ത് വരും ചാറ്റ് ജി പി ടി. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറിയിൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് എന്താണ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോറി ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്ത് വരും. ഇനി ഈ സ്റ്റോറീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോയ്ക്ക് എന്തൊക്കെ സൗണ്ട് എഫക്ട്സ് ആണ് വേണ്ടത്, പ്രോംപ്റ്റ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചാറ്റ് ജി പി ടിയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അങ്ങനെ ഒരു വീഡിയോ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു 6 ലൈൻ മോറൽ സ്റ്റോറി ഫോർ കിഡ്സ് ജനറേറ്റ് ചെയ്തു. ആ ജനറേറ്റ് ചെയ്ത സ്റ്റോറിയാണ് നമ്മൾ വീഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്റ് എ ഷോർട്ട് വീഡിയോ പ്രോംപ്റ്റ് ആസ് ലൈക്ക് എ പ്രൊഫഷണൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ മുകളിൽ കാണുന്ന നമ്മൾ ഏത് സ്റ്റോറിയാണോ കൊടുക്കുന്നത് ആ സ്റ്റോറിക്ക് സീൻ ബൈ സീൻ ആയിട്ടുള്ള വിഷ്വൽ ആൻഡ് സൗണ്ട് എഫക്ട്സ്, ഡയലോഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാറ്റ് ജി പി ടിയിൽ ജനറേറ്റ് ചെയ്ത് വരും. ഇനി നമുക്കിത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റീജനറേറ്റ് ചെയ്യാം. നമുക്ക് കറക്റ്റായിട്ട് സീൻ ബൈ സീൻ ആയിട്ടുള്ള വിഷ്വൽസും സൗണ്ട് എഫക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചാറ്റ് ജി പി ടിയിൽ ജനറേറ്റ് ചെയ്ത് വരും. സോ ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാം ഓരോ സീനിലും എന്താണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരുന്നത്, സൗണ്ട് എഫക്ട്സ് എന്താണ്, ഡയലോഗ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഗൈഡ് ലൈൻ പ്രോംപ്റ്റ് ഇതിനകത്ത് ഈ ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇത് കംപ്ലീറ്റ് കോപ്പി ചെയ്തതിന് ശേഷം വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് റെഫറൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് മറ്റുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ടൂളാണ് ജെമിനി എന്ന് പറയുന്നത്. ഇതിനകത്തും പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ്. സോ ആദ്യം തന്നെ ഞാനൊരു സ്റ്റോറി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ് കൊടുക്കാം. കമൻറ്റ് കൊടുക്കുമ്പോൾ ചാറ്റ് ജി പി ടിയിൽ ജനറേറ്റ് ചെയ്തതുപോലെ തന്നെ ഇതിനകത്തും ഓരോ സീൻ ബൈ സീൻ ആയിട്ടുള്ള പ്രോംപ്റ്റ് ആയിരിക്കും ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇതിനകത്തുള്ള സൗണ്ട് എഫക്ട്സ് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജെമിനിയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രോംപ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ പ്രോംപ്റ്റ് ഡയറക്റ്റ് ടൂളിൽ യൂസ് ചെയ്ത് വീഡിയോ ഡയറക്റ്റ് ജനറേറ്റ് ചെയ്യാനും പറ്റും. അതുകൂടാതെ തന്നെ ജെമിനിയിലുള്ള ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റോറിയിൽ തന്നെ 2-3 പ്രോംപ്റ്റ് ഓപ്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഷോ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. സോ നമുക്ക് ഏതാണ് ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുന്നത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ 3 പ്രോംപ്റ്റ് നമുക്കൊരു ബെറ്ററായിട്ട് തോന്നുന്നില്ല, വേറൊരു ബെറ്റർ ഓപ്ഷൻ വേണം എന്നുണ്ടെങ്കിൽ ഈ ഡ്രാഫ്റ്റിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന റീജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഈ സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് റീജനറേറ്റ് ചെയ്ത് വരും. അതിനും 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഷോ ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ബെറ്റർ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഒരു സ്റ്റോറി ലൈനിൽ ആവശ്യമായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇത് ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് ജെമിനി യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാം. സോ ഈ പ്രോംപ്റ്റ് ഡയറക്റ്റ്ലി എൻ്റർ ചെയ്ത് എങ്ങനെയാണ് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ടൂളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം.